കലാഭവൻ മണി അനുസ്മരണ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം വിവിധ മേഖലയിലാണ് കലാഭവൻ മണി വ്യാപരിച്ചിരുന്നത്. നടൻ, ഗായകൻ, അനുകരണ കലയിലെ വിദഗ്ധൻ, ഈ നിലയിലൊക്കെ മണി പുലർത്തിയ മികവിനെക്കുറിച്ച് എല്ലാവർക്കും വളരെ കൂടുതൽ പറയാനുണ്ടാകും. ആ നിലക്കൊക്കെയുള്ള കഴിവുകൾ അദ്ദേഹം വിസ്മയകരമായ വിധം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. നിസ്സംശയം പറയാവുന്ന ഒരു കാര്യം, പകരം വെക്കാനില്ലാത്ത ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം എന്നതാണ്. കലാഭവൻ മണിയുടെ ഏറ്റവും വലിയ മഹത്വം താരപ്പൊലിമയുടെ വർണ്ണാഭമായ ലോകത്തും ഒരു നാടൻ പച്ച അദ്ദേഹം ജീവിച്ചു എന്നതാണ്. കലാഭവൻ മണി സമൂഹത്തിന് മുന്നിൽ, പ്രത്യേകിച്ച് കലാകാരന്മാർക്കും കലാകാരികൾക്കും മുൻപിൽ അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും വലിയ മാതൃക അത് തന്നെയാണ് എന്നാണ് നാം കരുതേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ നാം കാണുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അല്പമൊരു താര പരിവേഷമൊക്കെ കൈവന്നാൽ മണ്ണിലല്ല ആകാശത്താണ് തൻ്റെ സ്ഥാനം എന്ന് കരുതുന്ന കലാകാരന്മാർ ഒട്ടനവധിയുള്ള ഒരു സമൂഹമാണ് നമ്മുടെ. എന്നാൽ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെയായി തെന്നിന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ഒന്നാം നിരക്കാരനായി ശോഭിച്ച കലാഭവൻ മണി ഈ ഘട്ടത്തിലൊക്കെ തന്നെ അദ്ദേഹം ഇവിടുത്തെ സാധാരണക്കാരായവരുടെ ഇടയിൽ അവരിൽ ഒരാളായി തന്നെ നിലകൊണ്ടു എന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. വളരുകയും ഉയരുകയും ചെയ്ത് സമൂഹത്തിൻ്റെ ആകെ ആരാധനാപാത്രമാവുമ്പോൾ പലരും പിന്നിട്ട കാലത്തെക്കുറിച്ച് ഓർക്കാൻ അത്ര ഇഷ്ടപ്പെടാറില്ല. പഴയ ദാരിദ്ര്യത്തിൻ്റെയും ദൈന്യത്തിൻ്റെയും കഥകൾ പലരും മറച്ചു പിടിക്കാനാണ് ശ്രമിക്കുക. എന്നാൽ മണി തീർത്തും വ്യത്യസ്തനായിരുന്നു. തൻ്റെ ദാരിദ്ര്യം നിറഞ്ഞ ബാല്യത്തെക്കുറിച്ച്, അനുഭവിക്കേണ്ടി വന്ന വിഷമതകളെക്കുറിച്ച് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒന്നും സമൂഹത്തിൽ നിന്ന് ഒളിച്ചു വെക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല. ഇതിന് രണ്ടുദ്ദേശമുണ്ടായിരുന്നിരിക്കാം. ആദ്യത്തെ ഉദ്ദേശം സമൂഹത്തെ ഓർമ്മിപ്പിക്കൽ തന്നെ. രണ്ടാമത്തത് തന്നെ ഓർമ്മിപ്പിക്കുക.
മണിക്ക് പ്രധാനപ്പെട്ടത് രണ്ടാമത്തേതായിരുന്നു. പുത്തൻ പണത്തിലും പ്രശസ്തിയുടെ തെളിവെളിച്ചത്തിലുമൊക്കെ സഞ്ചരിച്ച് സ്വന്തം വേരുകൾ മറക്കരുത് എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. അത് സ്വയം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു മണി തൻ്റെ ജീവിതത്തിലുടനീളം. അങ്ങനെ സ്വയം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലൊരു നിലപാട് തുറന്നു വന്നതുകൊണ്ടാണ് ഇടക്കിടക്ക് ലഭിക്കുന്ന ഇടവേളകളിലാകെ ചാലക്കുടിയിൽ ഓടിയെത്തുകയും പ്രിയപ്പെട്ട ചങ്ങാതിമാർക്കൊപ്പം ചെന്ന് നിൽക്കുകയും ചെയ്തു. താരപദവിയിൽ നിൽക്കുമ്പോഴും അവർക്കൊപ്പം ഇടക്ക് ഓട്ടോ ഓടിച്ച് നടന്നതും ഇതിൻ്റെ ഭാഗമായി തന്നെയാണ്. എവിടെ തനിക്ക് സ്വീകരണമുണ്ടോ അവിടൊക്കെ ചലച്ചിത്ര രംഗവുമായി ഒരു ബന്ധവുമില്ലാത്ത തൻ്റെ നാട്ടു ചങ്ങാതിമാരെ സ്വന്തം ചെലവിൽ കൂട്ടിക്കൊണ്ടുപോയതും ഇതിൻ്റെ ഭാഗമായി തന്നെയാണ്. എല്ലാ സന്തോഷവും സങ്കടവും എന്നും അവരുമായി പങ്കിട്ടതും ഇതിൻ്റെ ഭാഗമായി തന്നെയാണ്. ഇങ്ങനെയൊരു കലാകാരനെ നമുക്ക് കാണാൻ കഴിയും? വേറെ ഏതെങ്കിലും ഒരു കലാകാരനെ ഈ തരത്തിൽ കാണാൻ കഴിയും? പ്രശസ്തി കൂടുന്തോറും നാട്ടിൽ നിന്നും നാട്ടുകാരിൽ നിന്നും എത്രത്തോളം അകന്നു നിൽക്കാമെന്ന കാര്യത്തിൽ ഗവേഷണം തന്നെ നടത്താൻ തയ്യാറാകുന്ന കലാകാരന്മാരുണ്ട്. അകന്നു നിൽക്കുന്നതാണ് തൻ്റെ താരപരിവേഷത്തിന് മാറ്റുകൂട്ടുക എന്ന് ചിന്തിച്ച് ഏതാണ്ട് ദന്തഗോപുരവാസികളായി കഴിയുന്ന ഒട്ടേറെ കലാകാരന്മാരുണ്ട്. അവരിൽ നിന്നൊക്കെ എത്ര വ്യത്യസ്തനായിരുന്നോ മണി എന്നത് നാം ഓർമ്മിക്കേണ്ട കാര്യമാണ്. ജനിച്ച മണ്ണിനോടും ജീവിച്ച സമൂഹത്തോടുമുള്ള ഈ കൂറാണ് കലാഭവൻ മണിയെ നല്ല നാടൻ പാട്ടുകാരനാക്കിയത്. ആ പാട്ടിൽ നിറഞ്ഞു നിന്നത് അടിയാട ജീവിതത്തിൻ്റെ പൊള്ളിക്കുന്ന അനുഭവങ്ങളായിരുന്നു. സാഹിത്യത്തിൻ്റെ ഒരു സമാന്തരധാരയായി ആ നാടൻ പാട്ട് സംസ്കാരം മാറി. അതിൻ്റെ കരുത്തും ശക്തിയുമാണ് നാടൻ പാട്ടുകളുടെ ആലാപനത്തിലൂടെ മണി നമുക്ക് പകർന്നു തന്നത്. അഭിനയം എന്നത് താൻ ജീവിതത്തിൽ എന്താണോ എങ്ങനെയാണോ അതിനെയൊക്കെ കുടഞ്ഞു കളഞ്ഞ് മറ്റൊരാളാകലാണ്. ഇത് എത്ര കാര്യമായി മണി നിർവഹിച്ചു എന്നത് നാം ഓർക്കേണ്ട കാര്യമാണ്. അപ്പോഴാണ് മണിയുടെ അഭിനയ മികവ് നമുക്ക് ബോധ്യപ്പെടുക. ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന മണി പോലീസ് ഓഫീസറായി സിനിമയിൽ, അന്ധനായി സിനിമയിൽ. ഓരോ കഥാപാത്രത്തിലും മണിയല്ലാതാവുകയും മറ്റൊരാളാവുകയുമായിരുന്നു. അതാണ് അഭിനയകല. ജീവിതത്തിൽ എന്താണോ അതായി തന്നെ സിനിമയിൽ നടക്കില്ല അഭിനയം. ഓരോ കഥാപാത്രത്തിലൂടെയും
ഓരോ ജീവിതത്തെ മണി വരച്ചു കാട്ടി. ഇടതുപക്ഷത്തോട് പൊതുവിലും എൻ്റെ പാർട്ടിയോട് പ്രത്യേകിച്ചും കലാഭവൻ മണി പ്രത്യേക താല്പര്യം കാട്ടിയിരുന്നു എന്നത് നന്ദിയോടെ ഈ ഘട്ടത്തിൽ ഓർക്കാതിരിക്കുന്നത് ഉചിതമാവില്ല. വ്യക്തിപരമായി എപ്പോഴും അടുപ്പവും സ്നേഹവും അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്നു. നാട്ടിലൊരു പരിപാടിക്ക് അദ്ദേഹം എത്തിച്ചേർന്നപ്പോൾ സ്വാഭാവികമായും ഞാനവിടെയില്ല, എന്നാൽ വീട്ടിലും ആരുമില്ല. അപ്പോൾ വീട്ടിൽ പോകണം എന്ന് മണിക്ക് നിർബന്ധം. അങ്ങനെ വീട്ടിൽ പോയത് ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുക. ഞങ്ങൾ സംഘടിപ്പിച്ച ഏത് പരിപാടിയിലും പങ്കെടുക്കാൻ ആ പരിപാടിയേക്കാൾ പ്രാധാന്യവും പണലഭ്യതയുമുള്ള ഏത് പരിപാടിയും മാറ്റിവെക്കാൻ മണി ഒരുക്കമായിരുന്നു. തിരക്കിട്ട ഷൂട്ടിംഗ് പോലും മാറ്റിവെച്ച് പരിപാടികളിൽ മണി പങ്കെടുത്തത് ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. പാർട്ടിയോടുള്ള ആത്മാർത്ഥമായ സ്നേഹവും വിശ്വാസവുമായിരുന്നു അതിനു പിന്നിൽ. വാക്കുകൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല ആ കടപ്പാട്. 45-ാം വയസ്സിലാണ് മണി വിട പറഞ്ഞത്. ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നു മണി. ഇത്ര ചെറുപ്രായത്തിൽ മരിക്കേണ്ട ആളായിരുന്നില്ല. കുറച്ച് ചിട്ടയായ ജീവിതം, ചില കൂട്ടുകെട്ടുകളിൽ നിന്നുള്ള ഒഴിവാകൽ, ചില ശീലങ്ങൾ ഉപേക്ഷിക്കൽ എന്നിവ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പലപ്പോഴും ഓർത്തു പോകാറുണ്ട്. എങ്കിൽ മണിയെ എത്രയോ കാലത്തേക്ക് നമുക്ക് കിട്ടിയേനെ. പണത്തിലും പ്രശസ്തിയിലും നിൽക്കുന്ന കലാകാരന്മാർക്കുള്ള ഒരു പാഠം ആ ജീവിതം തുറന്നു തരുന്നുണ്ട്. സൗഹൃദങ്ങൾ, സ്വഭാവങ്ങൾ, ശീലങ്ങൾ എന്നിവയെ അകറ്റി നിർത്താൻ ദൃഢനിശ്ചയമുണ്ടാവണം. അതുണ്ടായാലേ കലാകാരൻ്റെ കഴിവ് പൂർണ്ണമായി സമൂഹത്തിനും കലാകാരന് തന്നെയും പുറത്തു കൊണ്ടുവരാൻ കഴിയും. രാഷ്ട്രീയക്കാർക്കുള്ള ഒരു പാഠവും കലാഭവൻ മണിയുടെ ജീവിതത്തിലുണ്ട്. മത്സ്യം ജലത്തിലെന്ന പോലെ ജനങ്ങൾക്കിടയിൽ കഴിയണമെന്ന് സാധാരണ നാം പറയാറുണ്ടല്ലോ. അതുപോലെ ജനങ്ങൾക്കിടയിൽ ജീവിച്ച വ്യക്തിയാണ് കലാഭവൻ മണി. ആ സാമൂഹിക ജീവിതം ഏത് രാഷ്ട്രീയക്കാരനും മാതൃകയാക്കാവുന്നതാണ്. ചാലക്കുടിയിൽ നടക്കുന്ന കലാഭവൻ മണി അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നു. തത്സമയം ചാലക്കുടിയുടെ മണ്ണിൽ തന്നെ അദ്ദേഹം വേരുറപ്പിച്ചു നിന്നു. ആ മണ്ണിന്റെ ഊർജമാണ് മണ്ണിന്റെ മകനായ ഈ കലാകാരന് എന്നും കരുത്ത് പകർന്നു നൽകിയത്. മണിയുടെ ജീവിതത്തിലെ ഒരു ഏട് പലരെയും വേദനിപ്പിച്ചിട്ടുണ്ടാവും, എന്നെയും വേദനിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ കൂലിപ്പണിക്കും അമ്മ അടുത്ത വീട്ടിലെ അടുക്കളപ്പണിക്കും പോയിരുന്ന മണിയുടെ ബാല്യകാലം. അയൽ വീട്ടിലെ കുട്ടിയുടെ പഴയ നിക്കറും ഷർട്ടും അമ്മ വാങ്ങി കൊണ്ടുവന്ന് കൊടുക്കും. അതിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ ആ വസ്ത്രത്തിൻ്റെ ഉടമയായ കുട്ടി
അത് പറഞ്ഞുകൊണ്ട് തന്നെ ആക്ഷേപിക്കും. എന്തൊരു ദുഃഖമായിരിക്കും കൊച്ചുമണി അനുഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് നാം ആലോചിച്ച് നോക്കുക. ആ വസ്ത്രം നനച്ച് അടുപ്പിന് മുകളിലെ പുക കൊള്ളിച്ച് ഉണക്കി അടുത്ത ദിവസം വിട്ടുകൊണ്ട് വീണ്ടും പോവുക. ആ ബാല്യത്തെയാണ് അതിജീവിച്ചത്. സ്വന്തം കഴിവുകൊണ്ട് കലാരംഗത്ത് ശക്തമായ സാന്നിധ്യമായി വളർന്നു നിന്ന മണിക്ക് കേരളം തിരികെ എന്തു കൊടുത്തു എന്ന ചോദ്യമുണ്ട്. കേരള ജനതയ്ക്ക് ആ ചോദ്യത്തിന് നൽകാൻ ഒരു ഉത്തരമുണ്ട്. നിറഞ്ഞ സ്നേഹം കൊടുത്തു എന്നതാണത്. അതാണ് കലാഭവൻ മണിയുടെ അന്ത്യയാത്രാവേളയിൽ ഇവിടെ കണ്ടത്. ഇവിടെ ഇന്നസെന്റ് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ആരെയും അറിയിക്കാതെ ഇന്നസെന്റിന്റെ വിജയത്തിനായി മണി പല തലങ്ങളിൽ പ്രവർത്തിച്ചത് പിന്നീട് അറിയാനിടയായത് ഇന്നസെന്റ് തന്നെ പുറത്തു പറഞ്ഞിരുന്നു. അതായിരുന്നു കലാഭവൻ മണി. അതായിരുന്നു മണിയുടെ മനസ്സ്. അതായിരുന്നു മണിയുടെ സ്നേഹം. അതായിരുന്നു മണിയുടെ മനുഷ്യത്വം. മനുഷ്യത്വത്തിൻ്റെ മൂർത്തീഭാവമായിരുന്ന ആ കലാകാരൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം. പകരം വയ്ക്കാനില്ലാത്ത ബഹുമുഖ പ്രതിഭയായിരുന്നു കലാഭവൻ മണിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരികെ വാർത്തകളിലേക്ക്. വൈദികന് പ്രതിയായ കൊട്ടിയൂർ പീഡന കേസിൽ അന്വേഷണം മറ്റൊരു വൈദികനിലേക്ക്. ഫാദർ റോബിന് വിദേശത്തേക്ക് കടക്കാൻ ടിക്കറ്റ് എടുത്ത് നൽകിയ വൈദികനെ കുറിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത്. അതേസമയം പ്രതിപട്ടികയിലുള്ളവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. കേസിലെ ഒന്നാം പ്രതി ഫാദർ റോബിന് നെടുമ്പാശ്ശേരി വഴി കാനഡയിലേക്ക് കടക്കാൻ വിമാന ടിക്കറ്റ് എടുത്ത് നൽകിയത് ഒരു വൈദികനാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. കുറ്റകൃത്യത്തെക്കുറിച്ച് അറിവുണ്ടായിട്ടും വൈദികൻ സഹായം നൽകിയോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന വയനാട് ജില്ലാ ശിശുക്ഷേമ സമിതി അധ്യക്ഷൻ ഫാദർ തോമസ് തേരകത്തെയും സമിതി അംഗം സിസ്റ്റർ ബെറ്റിയെയും ശിശുക്ഷേമ സമിതിയിൽ നിന്ന് പുറത്താക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഇതു സംബന്ധിച്ച് ഉത്തരവിറങ്ങിയാൽ ഇവരെയും പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കും. അതേസമയം വൈത്തിരി ദത്തെടുക്കൽ കേന്ദ്രത്തിലെ സൂപ്രണ്ട് സിസ്റ്റർ സിഫ്ലിയെയും മാനന്തവാടി ക്രിസ്തുദാസി മഠത്തിലെ സിസ്റ്റർ ലിസ് മരിയെയും അറസ്റ്റ് ചെയ്യാനുള്ള പോലീസ് നീക്കങ്ങൾ തുടരുകയാണ്. ഇവർ ചികിത്സയിലും ധ്യാനത്തിലുമാണെന്നാണ് അന്വേഷണ സംഘത്തോട് അധികൃതർ പറഞ്ഞത്. ഇതിനിടെ പ്രതികൾ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതായും വിവരമുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്.